നിങ്ങൾക്ക് അടുത്തറിയാവുന്ന സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ചിലർക്കെങ്കിലും കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങളോട് വഞ്ചന കാണിക്കുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള ചില മാർഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതിൽ ഒന്നാമതായി പറയുന്നത് ഇവരെ കുറിച്ചാണ്. നുണ പറയുകയും കണ്ണിൽ നോക്കാതെ സംസാരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച്. വിദഗ്ധമായി കള്ളം പറയാൻ ഇക്കൂട്ടർക്ക് മടിയുണ്ടാകില്ല. അധികം ചിന്തിക്കാതെ തന്നെ സമർത്ഥമായി നുണ പറയാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ പറയുന്ന കള്ളത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ ഇവരെ സൂക്ഷിക്കണം. കണ്ണിൽ നോക്കില്ല. കണ്ണിൽ നോക്കാതെ സംസാരിക്കുന്നത് എന്തോ മറയ്ക്കുന്നതിൻ്റെ ലക്ഷണമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. മാത്രമല്ല, കള്ളം പറയുന്നവർ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതും കുറവാണ്. ഇതിൽ രണ്ടാമതായി പറയുന്നത് എന്തിനേയും പ്രതിരോധിക്കുന്നവരെ കുറിച്ചാണ്. ഇവരുടെ ഭാഗം ന്യായീകരിക്കാൻ വലിയ രീതിയിൽ പ്രതിരോധം നടത്തുന്നവരാണ് ഇക്കൂട്ടർ. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും വൻതോതിൽ ന്യായീകരണം നടത്തുന്നവർ കള്ളം പറയാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ മൂന്നാമതായി പറയുന്നത് നിശബ്ദത പാലിക്കാത്തവരെ കുറിച്ചാണ്. കൂടുതലായി കള്ളം പറയുന്ന ആളുകൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഇവർ നിശബ്ദത പാലിക്കാൻ അല്പം ബുദ്ധിമുട്ട് ഉള്ളവരാണെന്ന് ശാസ്ത്രം പറയുന്നു. ഇതിൽ നാലാമതായി പറയുന്നത് ഇത്തരത്തിൽ സംസാരിക്കുന്നവരെ കുറിച്ചാണ്. പലപ്പോഴും നുണ പറയുന്നവർ വേഗത്തിൽ ആയിരിക്കും സംസാരിക്കുന്നത്. കാരണം നുണ പറയുന്നതിന് സത്യം പറയുന്നതിനേക്കാൾ മാനസിക ഊർജം ആവശ്യമാണ്. കഥ മെനഞ്ഞെടുക്കുമ്പോൾ തലച്ചോർ കൂടുതൽ പ്രവർത്തിക്കുന്നതും ഇതിന്റെ കാരണമാണെന്ന് പറയുന്നു. ഇതിൽ അഞ്ചാമതായി പറയുന്നത് ശരീരഭാഷയെ കുറിച്ചാണ്. കണ്ണിന്റെ ചലനങ്ങൾ വെച്ച് നുണയാണോ പറയുന്നത് എന്ന് തിരിച്ചറിയാവുന്നതാണ്. കൃഷ്ണമണി കണ്ണിന്റെ ഇടത് ഭാഗത്ത് എത്തുന്നത് തലച്ചോർ കഥ മെനഞ്ഞെടുക്കുന്നതിന്റെ സൂചനയാണെന്ന് പറയുന്നു. ഇതിൽ ആറാമതായി പറയുന്നത് മറവിയെ കുറിച്ചാണ്. ഇവർ പറഞ്ഞ കള്ളങ്ങൾ ഇവർ തന്നെ എളുപ്പം മറന്നു പോകുന്നതാണ്. ചിലപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിരിക്കും ഇവർ പറയുന്നത്. ഇത്തരത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നവരെയും ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഏഴാമതായി പറയുന്നത് സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നവരെ കുറിച്ചാണ്. ഇക്കൂട്ടർ പറയുന്ന കള്ളം കണ്ടുപിടിക്കാതിരിക്കാൻ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനും ഇവർ ശ്രമിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ സംസാരം വിഷയം മാറ്റി ആയിരിക്കും ഇവർ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നും പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.